ഹലോ, സ്മിത വ്ളോഗ് സ്റ്റാറിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഈ കാണുന്ന ചീരയുണ്ടല്ലോ, ഇത് മധുരച്ചീര. ഇതാണ് ഞാൻ കുറച്ച് എടുത്ത് തോരൻ വയ്ക്കാൻ പോകുന്നത്. കണ്ടോ, അതിൻ്റെ ഇലയെല്ലാം എടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. നല്ല അടിപൊളി ടേസ്റ്റിയാണ് ഇതിൻ്റെ തോരൻ. ഇനി ഇതിലേക്കൊരു സവാളയും ഒരു പച്ചമുളകും വേണം. ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് വെന്ത് വരുമ്പോൾ നല്ല ഒരു മണമാണ്, നല്ല ടേസ്റ്റുമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആ സവാളയും പച്ചമുളകും കൂടെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അല്പം കടുകും ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് താളിക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ആ ചീര ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുറച്ച് സമയം മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഇനി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 15 മിനിറ്റ് നമുക്കത് അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കൂട്ട് തയ്യാറാക്കാം. അതിലേക്ക് 1/4 കപ്പ് തേങ്ങയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയായിട്ട് നമുക്ക് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്കതിൻ്റെ കൂട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീര ഏകദേശം വെന്തിട്ടുണ്ട്. ആ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വച്ചിരിക്കുന്ന ആ കൂട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യണ്ട. അതൊന്ന് 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് പിന്നീട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ചീരത്തോരൻ റെഡിയായിട്ടുണ്ട്. അതൊന്ന് എല്ലാ സ്ഥലത്തേക്കും മിക്സ് ആകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഇലയൊക്കെ വെന്തൊന്ന് ചുരുണ്ട് ഇരിക്കും. അതൊന്ന് തവി കൊണ്ട് നമ്മളിങ്ങനെ തട്ടി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ചീരത്തോരൻ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.